മാന്യ പ്രേക്ഷകർക്ക് അകംപുറത്തിലേക്ക് സ്വാഗതം. കുട്ടികളായ കമ്പനി അടിക്കും, ഒന്നിച്ചിരിക്കും, ഒരു പുകയൊക്കെ വലിച്ചെന്നിരിക്കും. അതിനെന്നാ ഇതിനൊക്കെ എന്നാത്തിന് എക്സൈസ് വകുപ്പ് കേസെടുക്കുന്നേ? അവരെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയാ പോരെ? കുട്ടികളല്ലേ. നമ്മുടെ MT വാസുദേവൻ നായർ സാറ് എപ്പോഴും വലിക്കുമായിരുന്നല്ലോ. ഒരു MLA മകനെതിരായ കഞ്ചാവ് കേസിനെ കുറിച്ച് സംസാരിക്കവേ നമ്മുടെ കൾച്ചറൽ ആൻഡ് യൂത്ത് അഫയേഴ്സ് വകുപ്പ് മന്ത്രി പറഞ്ഞ അഭിപ്രായമാണിത്. MT സാറ് മാത്രമല്ലെന്നേ, പൊൻകുന്നം വർക്കി സാറ് വലിക്കുമായിരുന്നു, ലോഹിദാസ് സാറ് വലിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്ന ഒത്തിരി പ്രതിഭകളുണ്ട് സഖാവേ. ഞാനും ഇടയ്ക്കൊക്കെ സിഗരറ്റ് വലിക്കുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞായിരുന്നു. അതും കുട്ടിയായിരുന്നപ്പോ തന്നെ ആയിരിക്കും അല്ലയോ? പിന്നെ ഈ വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയാണ്. പുകവലി അഭിലഷണീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എക്സൈസ് മന്ത്രി എന്ന നിലയിൽ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബോധവൽക്കരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. സിനിമ കാണാൻ തിയേറ്ററിൽ കയറിയാൽ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സ്മോക്കിംഗ് കിൽസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. യോ, ഓർക്കുമ്പോൾ തന്നെ പേടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ തുടങ്ങിയാലോ, എന്തൊന്നോ ഭയങ്കര സീൻ. നായകനും വില്ലനുമെല്ലാം വലിയോട് വലി, അടിയോടടി, ഒറ്റ നിൽപ്പിൽ 9 എണ്ണം വരെ അടിക്കുന്ന വില്ലന്മാരുണ്ടത്രേ. എന്നിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നേ കോവിഡിന് ശേഷം എല്ലാം കൂടിയെന്നാ. മദ്യപാനം കൂടി, ലഹരി ഉപയോഗം കൂടി. ഈ ലഹരി എന്ന് പറഞ്ഞാൽ കള്ളും കഞ്ചാവും കടന്ന് രാസലഹരി വരെ എത്തി. സിനിമയിലാണെങ്കിലോ കട്ട വയലൻസും, തോക്ക്, വെടി, അടി, ഇടി, വെട്ട്, കുത്ത്, ആകെ ചോരക്കളവാണ്. ഇതിനെന്താ ഇപ്പം പരിഹാരമെന്ന് ചോദിച്ചാ ചെറിയ പരിശ്രമങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ നടത്തുന്നുണ്ട് കേട്ടോ. ഈയിടെ ഒരു വിപ്ലവ പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞത് മദ്യപാനം ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചെത്തി പാർട്ടിയുടെ യശസ്സിന് കളങ്കം തട്ടുകയോ ചെയ്യരുതെന്നാണ്. പെരുമാറ്റച്ചട്ടം വായിച്ച സഖാക്കൾക്കിടയിൽ ചെറിയ കുശുകുശുപ്പ്. വേണമെങ്കിൽ അല്പം മദ്യപിക്കാം, പക്ഷേ ആരും അറിയരുതെന്നേ ഉള്ളൂ. അതറിഞ്ഞ പാർട്ടി വീണ്ടും വടിയെടുത്തു. മദ്യപാനം ശീലമാക്കരുതെന്ന് തന്നെയാണ് പെരുമാറ്റച്ചട്ടത്തിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നത്. സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന സദാചാര മൂല്യങ്ങൾ പരിരക്ഷിക്കുകയും വ്യക്തിജീവിതത്തിൽ മാതൃകയാവുകയും വേണം. മദ്യവർജനമാണ് നമ്മുടെ നയം. കൊള്ളാം, നല്ല നിലപാട്, നല്ല തീരുമാനം. പക്ഷേ എങ്ങനെ പിടിച്ചു നിൽക്കും? മുട്ടിന് ബാറല്ലയോ ഇപ്പം? അതും ദീപാലങ്കാരങ്ങളിൽ കുളിച്ച് പ്രകാശം പരത്തി പാതിര വരെ നിൽക്കുമല്ലേ. എത്ര ശ്രമിച്ചാലും പ്രലോഭനത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് വർജനം ഒന്നും നടക്കുകയല്ല, നിങ്ങളോട്ട് നിരോധിക്കാനും പോകുന്നില്ല. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.